നമ്മളെല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസർ ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ ക്രോം ആപ്ലിക്കേഷൻ. പലപ്പോഴും ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മളെ ചില സെറ്റിങ്സുകൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ഫോണിൽ വൈറസ് കയറുന്നത്, നമ്മുടെ ഫോൺ പെട്ടെന്ന് ഹാക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ഈ രണ്ട് ഓപ്ഷൻസ് ഓഫ് ചെയ്ത് വയ്ക്കുക, സെറ്റിങ്സിൽ മാറ്റം വരുത്തുക. അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോണിൽ വൈറസ് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഇവിടെ ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ, ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ട്, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും. കുറച്ച് താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും. കണ്ടോ, ഇതാണ് ആ സെറ്റിങ്സ്. അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ നിന്നും നമുക്ക് സൈറ്റുകളെ സംബന്ധിക്കുന്ന ചില സെറ്റിങ്സിലാണ് മാറ്റം വരുത്താനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ഓപ്ഷൻസ് ഒന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴെയായിട്ട് നമുക്ക് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പം നമ്മൾ ഇത് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുമ്പോൾ സൈറ്റ് സെറ്റിങ്സ് ഇവിടെ കാണാൻ കഴിയും. കണ്ടോ, ഇതാണ് സൈറ്റ് സെറ്റിങ്സ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന സൈറ്റുകളെ സംബന്ധിക്കുന്ന കുറച്ച് സെറ്റിങ്സുകളാണ്. അവ സൈറ്റ് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വീണ്ടും വരും. വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. മുകളിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് കുറച്ച് താഴെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, ഓട്ടോമാറ്റിക് ഡൗൺലോഡ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഓട്ടോമാറ്റിക് ഡൗൺലോഡ്സ്, ഇതാണ് ആ സെറ്റിങ്സ്. ഈ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ഓപ്ഷൻ നമ്മൾ മിക്ക ഗൂഗിൾ ക്രോമിൽ ആസ്ക് മീ ഫസ്റ്റ് എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്പൈ സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലിങ്ക് വരും, നമ്മളത് ക്ലോസ് ചെയ്യാനായിട്ട് അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പൈ ആപ്ലിക്കേഷനോ ഹാക്കിംഗ് ആപ്ലിക്കേഷനോ വൈറസ് ആപ്ലിക്കേഷനോ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകും. അതുകൊണ്ട് ഇത് ബ്ലോക്ക് ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഡൗൺലോഡ്സ് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അത് എനേബിൾ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ബ്ലോക്ക്ഡ് എന്നാകും. കണ്ടോ, ഇവിടെ ഇപ്പോൾ ബ്ലോക്ക്ഡ് എന്നായി. ഇനി നമ്മൾ ബാക്ക് അടിച്ചിട്ട് ഓട്ടോമാറ്റിക് ഡൗൺലോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ബ്ലോക്ക്ഡ് എന്ന് കാണാൻ കഴിയും. എപ്പോഴും നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ്സ് ബ്ലോക്ക്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റം വരുത്തുക. ഇനി അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കണ്ടോ ഓട്ടോമാറ്റിക്കലി റിമൂവ് പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കണ്ടോ, ടു പ്രൊട്ടക്റ്റ് യുവർ ഡാറ്റ ലെറ്റ് ക്രോം റിമൂവ് പെർമിഷൻ ഫ്രം സൈറ്റ്സ് ദാറ്റ് യു ഹാവ് നോട്ട് വിസിറ്റഡ് റീസെൻ്റ്ലി. ഈ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഗൂഗിൾ ക്രോം പ്രൊട്ടക്ഷൻ സെറ്റിങ്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും സ്പൈ സൈറ്റുകളിലോ ഹാക്കിംഗ് സൈറ്റുകളിലോ അറിയാതെ പോയി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷനോ ഹാക്കിംഗ് ആപ്ലിക്കേഷനോ ഉണ്ട്, അല്ലെങ്കിൽ സ്പൈ ലിങ്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ അതിൽ ടച്ച് ചെയ്താലും ഈ സ്പൈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയില്ല, അത് ഗൂഗിൾ ക്രോം ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഫോൺ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള 2 പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ്. എത്രയും പെട്ടെന്ന് ഇത് ഓൺ ചെയ്യുക, വീഡിയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.